1927 കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്തയായി മാർ തീമോത്തിയോസ് എന്ന പേരിൽ പരിശുദ്ധനായ ഓമല്ലൂരിൽ കബറങ്ങിയിരിക്കുന്ന മഞ്ഞിനിക്കര കബറടയിരിക്കുന്ന ഏലിയാസ് പാത്രിയർക്കീസ് ബാവ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായി തീമോത്തിയോസ് എന്ന പേരിൽ അഭിഷേകം ചെയ്തു. തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് പിറവത്ത് താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ താമസിക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം വന്ന് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഉള്ള അരമനയിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പഴയ കെട്ടിടത്തിൽ അദ്ദേഹം താമസം ആരംഭിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തെ നയിച്ചു. ആ അവസരത്തിൽ സഭയിൽ ഭിന്നത നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1927 നമുക്കറിയാം. 1934 നമുക്കറിയാം. മലങ്കര അസോസിയേഷൻ കൂടി ഭരണഘടന പാസ്സാക്കുന്നതായ സമയം അതിനെ വളരെ ശക്തമായി പാത്രിയർക്കീസ് വിഭാഗം ആ സമയത്ത് എതിർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വശത്ത് എതിർപ്പും വഴക്കുകളും കേസുകളും നടക്കുമ്പോൾ തന്നെ മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുവാനുള്ള ശ്രമങ്ങളും നടന്നു. ആ സമാധാന ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരാളാണ് പരിശുദ്ധനായ ഔഗേൻ ബാവ തിരുമേനി. അന്നത്തെ പാത്രിയർക്കീസായിരുന്ന അപ്രൈം പാത്രിയർക്കീസ് ബാവയുടെ അടുക്കലും അത് കഴിഞ്ഞിട്ട് അതുപോലെയുള്ളതായ മെത്രാപ്പൊലിത്തന്മാരുടെ അടുക്കലും പാത്രിയർക്കീസ് കക്ഷിയിൽപ്പെട്ട പ്രമുഖന്മാരുടെ അടുക്കലും ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട പ്രമുഖന്മാരുടെ അടുക്കലും ഒക്കെ അദ്ദേഹം ഈ സന്ധ്യാലോചനകളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു. അന്നത്തെ കാതോലിക്കായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി ബാവ തിരുമേനിയെയും മറുപക്ഷത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന ആലുവയിലെ അത്താനാസ്യോസ് തിരുമേനിയെയും ഔഗേൻ തിരുമേനി പോയി കണ്ടു. തീമോത്തിയോസ് തിരുമേനി രണ്ടുപേരോടും അദ്ദേഹം സംസാരിച്ചു. അന്നത്തെ പാത്രികീസായിരുന്ന മാർ അപ്രയും പ്രഥമൻ ബാവായുമായും തിരുമേനിയുമായും ഒട്ടവധി കത്തിടപെടലുകൾ നടത്തി. ഇതിൻ്റെ എല്ലാം ഫലമായി ഇവിടുത്തെ കാതോലിക്ക സ്ഥാപനത്തെ താൻ അംഗീകരിക്കാമെന്നും എന്നാൽ അത് ഇവിടെ നൽകുന്നതിന് പ്രധാന കാർമ്മികത്വം വഹിച്ച മാർ അബ്ദി മെസ്സിഹ പാത്രികീസ് മുടക്കുമൂലം ആത്മീയ നൽവരം നഷ്ടപ്പെട്ടയാളായിരുന്നതിനാൽ ഇപ്പോഴത്തെ കാതോലിക്ക, അതായത് ഗീവർഗീസ് തിരുമേൻ കാതോലിക്ക രണ്ടാമത് പട്ടമേൽക്കണമെന്നും കൈവപ്പ് സ്വീകരിക്കണമെന്നും പാത്രിയർക്കീസ് ബാവ ആവശ്യപ്പെട്ടു. മാർ അപ്രൈം പാത്രിയർക്കീസ് ബാവ അങ്ങനെ ഒരു കത്തിങ്ങോട്ട് അയച്ചു. അതിന് മറുപടിയായിട്ട് ഔഗേൻ ബാവ തന്നെ കത്ത് നൽകി. അങ്ങനെ സ്വീകരിക്കേണ്ട സ്ഥാനമില്ല. ഔഗേൻ ബാവ അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് ബാവ നൽകിയിരിക്കുന്നതായി പൗരോഹിത്യം കാതോലിക്ക സ്ഥാനം വാലിഡാണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി. എങ്കിലും സഭയിൽ സമാധാനം ഉണ്ടാകണം. അന്നത്തെ കാതോലിക്കായിരുന്ന മാർ ഗീവർഗീസ് തിരുമേനിയെ പല പ്രാവശ്യം നേരിട്ട് കണ്ട് ആലോചന നടത്തി. അവസാനം ഗീവർഗീസ് തിരുമേൻ ബാവ തിരുമേനി പറഞ്ഞു, സഭയിൽ സമാധാനമുണ്ടാകുവാനാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു കൂടിയാലോചനയ്ക്ക് ഞാൻ തയ്യാറാകുന്നു എന്ന് ഗീവർഗീസ് തിരുമേൻ ബാവ തിരുമേനി പറയാം. ഗീവർഗീസ് തിരുമേൻ ബാവ തിരുമേനിയെ അന്ന് കണ്ടതിനെക്കുറിച്ച് ഔഗേൻ ബാവ തിരുമേനി ഗീവർഗീസ് തിരുമേൻ ബാവ തിരുമേനിയെ പഴയ സെമിനാരിയിലെത്തി കണ്ട് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് അതോടൊപ്പം സന്നിഹിതനായിരുന്ന കോനാട്ട് എബ്രഹാം മെൽപ്പാൻ, ഇപ്പോഴത്തെ നമ്മുടെ റീസ് കോർപ്പിസ്കോപ്പായുടെ പിതാവായിരിക്കുന്ന എബ്രഹാം മെൽപ്പാൻ അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ സംബന്ധിച്ചിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. പരിശുദ്ധ കാതോലിക്ക ബാവായുമായി ഔഗേൻ തിരുമേനി നടത്തിയ കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കോനാട്ട് എബ്രഹാം അച്ഛൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അന്ന് ആ വിശുദ്ധ പിതാവ് കൽപ്പിച്ചു നൽകിയ മറുപടി ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. ആരാണ്? ഗീവർഗീസ് തിരുമേൻ ബാവ തിരുമേനി പറഞ്ഞതായ വാക്കുകൾ. മെത്രാച്ച, എൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ന്യൂനതയുള്ളതായി എനിക്ക് അശേഷം ബോധ്യമില്ല. അങ്ങനെ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ കേവലം പ്രൗഢിക്ക് വേണ്ടി മാത്രം ഈ വേഷം ധരിക്കുന്നവനല്ല ഞാൻ. എന്നാൽ സഭയിലെ സമാധാനത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ മശിഹാ തമ്പുരാൻ ചെയ്തതുപോലെ ഞാൻ ആരുടെ മുമ്പിൽ വേണമെങ്കിലും തലകുനിച്ചു കൊടുക്കാം. സന്നദ്ധതയുള്ളവർ എൻ്റെ തലയിൽ കൈവയ്ക്കുകയോ എന്ത് വേണമെങ്കിലുമോ ചെയ്തു കൊള്ളട്ടെ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ പാപം കൈവയ്ക്കുന്നവരുടെ തലയിലിരിക്കും. എനിക്കതിൽ പങ്കുണ്ടായിരിക്കുകയില്ല എന്നായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞത്. സമാധാനത്തിന് വേണ്ടി
വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ആ പിതാവ് തയ്യാറായിരുന്നു. സമാധാനത്തിന് വേണ്ടി സഭ ഭിന്നിച്ചു പോകുന്നത് മനസ്സിലാക്കി അതിനെ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി അദ്ദേഹം ആലുവ UC കോളേജിൻ്റെ ചാപ്പലിൽ ചെന്നു. സമാധാന ആലോചന നടക്കിയ ആ അവസരത്തിൽ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് ഈ പ്രാർത്ഥനകൾ നടത്താമെന്ന് പറഞ്ഞു. അപ്രയും പാത്രികീസ് ബാവ അവസാനം പറഞ്ഞു, തൃക്കുന്നത്ത് സെമിനാരി ചാപ്പലിൽ എല്ലാവരും കൂടെ വരണം. അത്താനാസ്യൂസ് തിരുമേനിയും അന്ന് യൂലിയോസ് ബാവ എന്ന് പറയുന്ന ഒരു പാത്രികീസിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഒന്നിച്ച് പ്രാർത്ഥനകൾ നടത്തും. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള എല്ലാ മെത്രാപ്പൊലിത്തന്മാരും അതിൽ വന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അങ്ങനെയല്ല, ബാവാതിരുമേനി മാത്രം വന്നാൽ മതി, ബാക്കിയുള്ള മെത്രാച്ചന്മാരെ ബാവാതിരുമേനി സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആലോചനകളൊക്കെ നടക്കുന്നു. എങ്ങനെയെങ്കിലും ഈ സഭയിൽ ഒരു സമാധാനം ഉണ്ടാകണമെന്ന് ഔഗേൻ തീമോത്തിയോസ് തിരുമേനി ആഗ്രഹിച്ചു. പരിശുദ്ധ ബാവാതിരുമേനി അവിടെ ചെല്ലുന്നു ആലുവയിൽ. അദ്ദേഹം ആലുവ UC കോളേജിൻ്റെ ചാപ്പലിൽ നിന്നിറങ്ങി തൃക്കുന്നത്ത് സെമിനാരി വരുന്നതായ സന്ദർഭത്തിൽ എല്ലാവർക്കും വലിയ സങ്കടമുണ്ടായി. പല അൽമായ നേതാക്കന്മാരും വാവിട്ട് നിലവിളിച്ചു. അങ്ങനെയാണ് ഗീവർഗീസ് തിരുമേനി ബാവാ തിരുമേനി തൃക്കുന്നത്ത് സെമിനാരിയിലേക്ക് വരുന്നത്. ആ അവസരത്തിൽ അവിടെ നിന്ന് പാത്രികീസ് വിഭാഗത്തിൽപ്പെട്ട പലരും ആക്ഷേപത്തോടെ ചോദിച്ചു, ഈ പാതിരാത്രിക്ക് പോകുന്നത് രണ്ടാം കെട്ടിനാണോ എന്ന്. എന്നിട്ട് ആക്ഷേപിച്ചു അദ്ദേഹത്തെ. വൃദ്ധൻ ഉന്നൂസ് രണ്ടാമത് സ്ഥാനമേൽക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ആക്ഷേപം സഹിച്ചുകൊണ്ട്, നിന്ന സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടേക്ക് ചെന്നു. പക്ഷേ തൃക്കുന്നത്ത് സെമിനാരിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. വേറൊരു സംഭവം അവിടെ ഉണ്ടായി. ഈ പ്രാർത്ഥന നടത്തുവാൻ ഗീവർഗീസ് തിരുമേനി ബാവാ തിരുമേനിയെ കിഴക്കോട്ട് തിരിച്ച് കുനിച്ചു നിർത്തിയിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ പ്രാർത്ഥന നടത്തുവാൻ യൂലിയോസ് ബാവ തയ്യാറായില്ല. അദ്ദേഹം സ്ഥലം വിട്ടു. അത്താനാസ്യൂസ് തിരുമേനി പറഞ്ഞു, ഈ പാപഭാരമേക്കുവാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത്താനാസ്യൂസ് തിരുമേനിയും അതിൽ നിന്ന് പിന്മാറി. ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് മാത്രമേ അതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ അബ്ദേദ് മിശിഹ പാത്രികീസ് ബാവ മലങ്കര സഭയ്ക്ക് സമ്മാനിച്ച ആ കാതോലിക്ക സ്ഥാനം ന്യൂനതയില്ലാത്തതാണ്, ഊനമില്ലാത്തതാണെന്ന് വെളിപ്പെടുത്തുന്നത് മഹാസമ്മേളനമായിരുന്നു, മഹാസംഭവമായിരുന്നു ആലുവായിൽ അന്ന് നടന്നത്. UC കോളേജിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ആലുവ അരമനയിൽ ശോകമുഖമായ അന്തരീക്ഷമൊക്കെയായി പരിശുദ്ധ ഗീവർഗീസ് തിരുമേനി ബാവ പഴയ സെമിനാരിലേക്ക് തിരിച്ചു പോരുന്നു. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ഈ സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന ഔഗേൻ മാർ തീമോത്തിയോസ് ആഗ്രഹിക്കുന്നു. 41 ഇത് നടന്നു, അത് നടക്കുന്നില്ല. 42 അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിലെ പള്ളി പ്രതിപുരുഷന്മാരുടെ യോഗം കൂടി, വൈദികരുടെ യോഗം കൂടി. അവർ ഒന്നിച്ച് തീരുമാനിക്കുന്നു, ഔഗേൻ ബാവാ തിരുമേനി നേതൃത്വം നൽകുന്നു, പരിശുദ്ധ ഗീവർഗീസ് തിരുമേനി ബാവായെ മൂവാറ്റുപുഴ അരമനയിലേക്ക് ക്ഷണിച്ച് അവിടെ സ്വീകരണം നൽകണമെന്ന്. വളരെ സന്തോഷത്തോടുകൂടിയും ആർഭാടത്തോടുകൂടിയും മൂവാറ്റുപുഴ അരമനയിൽ ഗീവർഗീസ് തിരുമേനി ബാവാ തിരുമേനിയെ സ്വീകരിക്കുന്നു. അതോടുകൂടി ഔഗേൻ ബാവാ തിരുമേനിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ആദ്യമൊക്കെ വൈദികരും ആത്മായക്കാരും ഒക്കെ ഒത്തിരി പേര് അതിൻ്റെ കൂടെ നിന്നെങ്കിലും ആ പ്രദേശത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കുകയും പഠിക്കുകയും എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സമയം ചെലവഴിച്ചു. ആ സമയങ്ങളിലൊക്കെയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രാർത്ഥനാക്രമങ്ങളും ഉദാശാക്രമങ്ങളും പുസ്തകങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് 1958 കോടതി വിധി കഴിഞ്ഞ് മലങ്കര സഭയിൽ സമ്പൂർണമായ സമാധാനമുണ്ടാകുന്നു. ഔഗേൻ ബാവാ തിരുമേനിയുടെ ആഗ്രഹം പോലെ, പ്രാർത്ഥന പോലെ സമാധാനമുണ്ടാകുന്നു. ആ സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് ഗീവർഗീസ് തിരുമേനി ബാവാ തിരുമേനിയെ യഥാർത്ഥ കാതോലിക്കയായി മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലെ കാതോലിക്കയായി പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസ് ബാവ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ 1958 കഴിഞ്ഞ് 1962 ഔഗേൻ ബാവാ തിരുമേനി കാതോലിക്ക സ്ഥാനത്തേക്ക്, തീമോത്തിയോസ് തിരുമേനി കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. 1964 അദ്ദേഹത്തെ കാതോലിക്കയായി വാഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, യോജിച്ച സഭയുടെ കാതോലിക്കയായി അദ്ദേഹത്തിന് ആദ്യമായി മലങ്കര സഭയിൽ ഭരണം നടത്തുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ കാതോലിക്കായെ എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറായില്ല.
രണ്ടാമത്തെ കാതോലിക്കായും മൂന്നാമത്തെ കാതോലിക്കായും മലങ്കര സഭയുടെ പൊതുവായ അംഗീകാരം ലഭിക്കുന്നില്ല. എന്നാൽ ഔഗേൻ ബാവ തിരുമേനി മലങ്കര സഭയുടെ യോജിച്ച കാതോലിക്കയായിട്ട് അദ്ദേഹത്തിന് വരാനായിട്ടും സഭയുടെ ഭരണം നടത്തുവാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്നു. തിരുമേനി കാതോലിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗീവർഗീസ് തിതിയൻ ബാവ തിരുമേനി MD സെമിനാരിയിൽ വെച്ച് 1962 ഒരു അനുമോദന പ്രസംഗം നടത്തി. അസോസിയേഷൻ്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം നടത്തിയായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗീവർഗീസ് തിതിയൻ ബാവ തിരുമേനി ഔഗേൻ തിമോത്തിയോസ് ഇതിന് എല്ലാം കൊണ്ടും യോഗ്യനാണ് കാതോലിക്ക ആവാൻ. അന്ന് കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ പ്രഗത്ഭരായ മെത്രാപ്പൊലിത്തന്മാരുണ്ടായിരുന്നു. ഒട്ടകുന്നിലെ ബാവ ഉണ്ടായിരുന്നു, പാറയട്ടെ തിരുമേനി ഉണ്ടായിരുന്നു, ശ്ലീവാസ് സമൂഹത്തിൻ്റെ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഉണ്ടായിരുന്നു, പത്തനാപുരത്തെ ദീവന്നാസ്യോസ് തിരുമേനി ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ തെളിഞ്ഞു വന്നയാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഔഗേൻ ബാവയാണ്. അത് കേട്ടപ്പോൾ ഗീവർഗീസ് തിതിയൻ ബാവ സന്തോഷത്തോടുകൂടി പറയുക, ഈ സ്ഥാനത്തിന് അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. എന്നാൽ ആവശ്യത്തിലധികം വിനയമുള്ള ആളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഔഗേന് വിനയം അല്പം കൂടിപ്പോയി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശനം.